കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐട്രേഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഐട്രേഷൻസ് എന്ന് പറയുമ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമുക്ക് മെയിനായിട്ടും പൈത്തണിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഐട്രേഷൻ, രണ്ടാമത്തേത് കണ്ടീഷണൽ ഐട്രേഷൻ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഐട്രേഷൻ ആണ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ ഡെഫിനിറ്റ് ഐട്രേഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ച ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഐട്രേഷൻസ്. കണ്ടീഷണൽ ഐട്രേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വൈൽ ലൂപ്പാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ വൈൽ കൊടുക്കുന്നു. ആ വൈൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ആ രീതിയിലുള്ള ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് വൈൽ based on a condition, while condition colon then sequence of statements. അതായത് എന്താണോ ഐട്രേഷൻ ചെയ്യാനുള്ളത് അതെല്ലാം തന്നെ നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കുന്നു. അപ്പോൾ ഈ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഐട്രേഷനാണ് കണ്ടീഷണൽ ഐട്രേഷൻ. അപ്പോൾ ഓരോ തവണയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് എപ്പോഴാണോ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് ആ സമയത്ത് ഈ ലൂപ്പ് ഇതിന്ന് എക്സിറ്റ് ചെയ്യും. ഓക്കെ, ആ ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ഐട്രേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഫോർ ലൂപ്പിലാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് എത്ര ടൈംസ് ഈ ഐട്രേഷൻ വർക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ അപ്പോൾ ആ റേഞ്ച് ഫംഗ്ഷനിലൊക്കെ എന്താണ്, എത്ര നമ്പേഴ്സാണോ നമ്മൾ ആ റേഞ്ച് ഫംഗ്ഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡെഫിനിറ്റ് ഐട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷണൽ ഐട്രേഷനിലാണെങ്കിൽ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ ആയിരിക്കും നമ്മൾ ആ ഐട്രേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ, ഒരു പ്രോഗ്രാം നമുക്ക് എഴുതി നോക്കാം. സം ഓഫ് n നമ്പേഴ്സ്. നമുക്ക് n നമ്പേഴ്സിനെ റീഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പം അവസാനത്തെ ഡേറ്റ, ഓക്കെ, n നമ്പേഴ്സിനെ നമ്മൾ റീഡ് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് എന്ത് കൊടുക്കാം, എത്ര നമ്പേഴ്സാണെന്ന് റീഡ് ചെയ്തിട്ട് ആ അത്രയും നമ്പേഴ്സിനെ നമ്മൾ എടുക്കാം. സോ ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സാണെന്ന് റീഡ് ചെയ്യുക. ആദ്യം n റീഡ് ചെയ്തതിന് ശേഷം ഐയുടെ വാല്യൂ നമ്മൾ സാധാരണ ചെയ്ത പോലെ കൗണ്ട് 0 മുതൽ n-1 വരെ മെയിൻറ്റെയിൻ ചെയ്ത് ഓരോരോ നമ്പേഴ്സായിട്ട് റീഡ് ചെയ്ത് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. അതൊരു മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡെഫിനിറ്റ് ഐട്രേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഫോർ ലൂപ്പ് വെച്ചും ചെയ്യാം, വൈൽ ലൂപ്പ് വെച്ചും ചെയ്യാം. ഇപ്പം നമുക്ക് കണ്ടീഷണൽ ഐട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സിനെ നമ്മൾ റീഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്പർ വരുന്ന സമയത്ത്, അതായത് ലാസ്റ്റ് നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ എൻ്റർ കീ പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റീഡ് ആവുന്നത് ഈ എംപ്റ്റി സ്ട്രിങ് ആയിരിക്കും റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ എംപ്റ്റി സ്ട്രിങ് ആയോ എന്നുള്ളതായിരിക്കും നമ്മൾ കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്യുന്നത്. സോ അപ്പം എഴുതി നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ നമ്മൾ റീഡ് ചെയ്യുകയാണ്. അത് ഇൻറ്റിജർ ഡേറ്റയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്യുന്നു ഇൻറ്റിജറിലേക്ക്. എൻ്റർ ദ നമ്പർ ഓർ ജസ്റ്റ് എൻ്റർ ടു ക്വിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മാത്രം മതി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഡേറ്റനെ റീഡ് ചെയ്തു. ഈ റീഡ് ചെയ്ത ഡേറ്റ നള്ളാണെങ്കിൽ, അതായത് ഈ എംപ്റ്റി സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യേണ്ട, അല്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വൈൽ ലൂപ്പ് കൊടുക്കുന്നു. വൈൽ ഡേറ്റ, നമ്മൾ റീഡ് ചെയ്യുന്ന ഡേറ്റ നോട്ട് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിങ് ആണെങ്കിൽ, ഓക്കെ, എംപ്റ്റി സ്ട്രിങ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ നമ്പറിനെ സമ്മിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സമ്മിനെ നമ്മൾ ആദ്യം 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് സം ഈക്വൽ ടു സം പ്ലസ് ഡേറ്റ എന്ന വാല്യൂവിനെ സമ്മിലേക്ക് ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അടുത്ത ഡേറ്റനെ റീഡ് ചെയ്യണം. അപ്പോൾ അടുത്ത ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടി ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡേറ്റ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ or just enter to quit ഒരു മെസ്സേജ് നമ്മൾ പറയുന്നതാണ്. ഓക്കെ,
ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഐട്രേഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ എംപ്റ്റി സ്ട്രിങ് കൊടുക്കുന്നത് വരെ ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ദെൻ അവസാനം ആകുമ്പോഴത്തേനും, അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എപ്പോഴായിരിക്കും, ഇത് നമ്മൾ എംപ്റ്റി സ്ട്രിങ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിൽ ഹാവ് ദിസ് സം അല്ലേ. സോ അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ആ സമ്മിനെ പ്രിൻ്റ് ചെയ്താൽ മാത്രം മതി. സോ പ്രിൻറ്റ് സം ഈക്വൽ ടു സം. ഇനി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ സം ഓഫ് n നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് കണ്ടീഷണൽ ഐട്രേഷൻ വെച്ചാണ് ചെയ്തത്. ഇനി വേറൊരു മെത്തേഡ് നമ്മൾ പറഞ്ഞതാണ് ഡെഫിനിറ്റ് ഐട്രേഷൻ വെച്ചിട്ട്. അത് ഒന്നുകിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യാം, അതല്ല എങ്കിൽ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പം ഡെഫിനിറ്റിൽ വരുന്ന സമയത്ത് ഡെഫിനിറ്റ് ഐട്രേഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ ലൂപ്പിനകത്താണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് ആണെങ്കിൽ അത് കൗണ്ടായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ സാധാരണ സീലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് നമ്പേഴ്സിനെ റീഡ് ചെയ്യുകയാണ്. നോ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻറ്റർ ദ ടോട്ടൽ നമ്പേഴ്സ്. ടോട്ടൽ എത്ര നമ്പേഴ്സ് ആണെന്നുള്ളത് NOയിൽ റീഡ് ചെയ്യുന്നു. അതിനുശേഷം ഐനെ ഞാൻ 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ദെൻ കണ്ടീഷൻ കൊടുക്കുന്നു, വൈൽ ഐ ലെസ് ദാൻ n. ഐ ലെസ് ദാൻ n ആണെങ്കിൽ ഇതിനകത്തേക്ക് വന്ന് പുതിയ നമ്പറിനെ റീഡ് ചെയ്യണം. n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റെ അത് നമ്പറിനെ റീഡ് ചെയ്യുന്നു. നമുക്ക് സം ചെയ്യാനുള്ള നമ്പറിനെ റീഡ് ചെയ്യുകയാണ്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമ്മിനെ നമുക്കിവിടെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. സം ഈക്വൽ ടു 0. ദെൻ ഇതിനകത്ത് വീണ്ടും സം ഈക്വൽ ടു സം പ്ലസ് n ആണ് അല്ലേ. അപ്പോൾ അതിനെ തന്നെ നമുക്ക് ഇങ്ങനെ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ചെയ്യുന്നത് സം പ്ലസ് ഈക്വൽ ടു n. സം ഈക്വൽ ടു സം പ്ലസ് n. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐട്രേഷൻ കഴിയുന്ന സമയത്ത് വിൽ ഗെറ്റ് ദ സം ഇൻസൈഡ് ദിസ്. സോ ഇനി എന്താ ചെയ്യാനുള്ളത്, വി ക്യാൻ പ്രിൻറ്റ് ദ സം. സോ യൂസിങ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് സം ഈക്വൽ ടു സം. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ഈ സമ്മ് കണ്ടുപിടിച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യണം, ഈ ഐനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. സോ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐനെ ഓരോ തവണയും ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൂപ്പ് ടെർമിനേറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഓരോ തവണ ഫസ്റ്റ് ടൈം ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ആ 0th വാല്യൂവിനെ റീഡ് ചെയ്തതിന് ശേഷം സം കണ്ടുപിടിച്ചു. ദെൻ ഐനെ 1 ആക്കി വീണ്ടും ഐ ലെസ് ദാൻ n ആയതുകൊണ്ട് ഇതിനകത്തേക്ക് പോകുന്നു, ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം ഐ ഈക്വൽ ടു n ആവുന്ന സമയത്ത് ഇതിന് പുറത്തിറങ്ങും. ദെൻ ആ സമ്മിനെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഡെഫിനിറ്റ് ഐട്രേഷനിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഡെഫിനിറ്റ് ഐട്രേഷനാണ്. ഇതെന്ന് പറയുന്നത് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള കണ്ടീഷണൽ ഐട്രേഷനാണ്. ഇനി അതുപോലെ തന്നെ വൈൽ ലൂപ്പിൽ നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് എന്താ പറയുക, നമ്മൾ വൈൽ ട്രൂ എന്നുള്ളൊരു കണ്ടീഷൻ യൂസ് ചെയ്തുവാണെങ്കിൽ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതായത് ഈ വൈൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് എങ്ങനെയാണ് ഇതിന്ന് ബ്രേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൂപ്പിനകത്ത് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ വരുവാണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ എഴുതി നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ആദ്യം നമ്മൾ ഡേറ്റ റീഡ് ചെയ്യാം. ഡേറ്റ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് enter the number or enter to quit. ജസ്റ്റ് എൻ്റർ അടിക്കുകയാണെങ്കിൽ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കൊടുത്തു. ഇനി സമ്മിനെ നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഇതിന് നമ്മൾ ലൂപ്പ് കൊടുക്കുകയാണ്. വൈൽ ട്രൂ എന്നായിരിക്കും ലൂപ്പ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ കണ്ടീഷൻ ട്രൂ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഈ ഇഫ് നമ്മൾ റീഡ് ചെയ്യുന്ന ഡേറ്റ ഈക്വൽ എന്താണെങ്കിൽ എംപ്റ്റി സ്ട്രിങ് ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അതല്ല എങ്കിൽ എൽസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ഈ ഡേറ്റയെ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അടുത്ത ഡേറ്റയെ റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സം പ്ലസ് ഈക്വൽ ടു ഡേറ്റ
then data equal to int of input of enter the number or enter to quit. അപ്പോൾ അടുത്ത തവണ ഡേറ്റേനെ റീഡ് ചെയ്യുന്നു, എഗെയിൻ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അപ്പോൾ ട്രൂ ആണ്. സോ ഇവിടെ വന്നിട്ട് ഡേറ്റ ഈക്വൽ എം ടി ആണോ നോക്കും. എം ടി ആണെങ്കിൽ ബ്രേക്ക് ചെയ്യും, അതല്ലെങ്കിൽ വീണ്ടും അതിനെ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇങ്ങനെ ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വൈൽ ട്രൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ലൂപ്പിനുള്ളിൽ എന്തുണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സമ്മിനകത്ത് നമ്മൾ കൊടുത്ത നമ്പേഴ്സിൻ്റെ സം ഉണ്ടാവും. ആ സമ്മിനെ നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. സോ പ്രിൻറ്റ് സം ഈക്വൽ ടു കോമ സം. ഇങ്ങനെയാണ് നമ്മൾ വൈൽ ട്രൂ എന്നുള്ള ഇൻഡെഫിനിറ്റ് ഇറ്ററേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കൗണ്ട് ചെയ്ത് പോകുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ടും പൈത്തണിൽ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ പണ്ട് സിയിലൊക്കെ ചെയ്ത ഒരുപാട് പ്രോഗ്രാംസ് ഇനിയും ഇത് വെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സം ഓഫ് n നമ്പേഴ്സാണ് നമ്മളിപ്പം ചെയ്തത്. അതുപോലെ തന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാം. ഫിബൊനാച്ചി സീരീസ് പ്രിൻറ്റ് ചെയ്യാം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സിക്കകത്ത് നമ്മൾ ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇത് വെച്ചും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോഗ്രാംസ് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രോഗ്രാംസ് ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ